ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെ കൂട്ടക്കൊപ്പേടി സംഭവത്തിൽ ഇൻവിജിലേറ്റർമാരടക്കം 23 പേർക്കെതിരെ കേസെടുത്തു. സാംഭാജി നഗറിലെയും ജൽനയിലെയും കോപ്പിയടിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. വീടിൽ രക്ഷിതാക്കൾ ഉത്തരം കൈമാറുന്ന ദൃശ്യങ്ങൾ ഡ്രോൺ ക്യാമറയിൽ പതിയുകയും ചെയ്തു. തീർച്ചയായും മഹാരാഷ്ട്രയിൽ ഈ 12ാം തരം പരീക്ഷ തുടങ്ങി എന്ന് നമ്മളൊക്കെ അറിയുന്നത് പലപ്പോഴും കോപ്പിയടി വാർത്തകൾ ശ്രദ്ധിക്കുമ്പോഴാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാം ഒക്കെ ആയിരിക്കും അല്ലേ, ബുക്ക് തുറന്നു വെച്ചിട്ട് പരീക്ഷ എഴുതുക. ഇതിപ്പോ സംഖ്യകൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ എങ്ങനെ പാസ്സാവുമെന്ന് മനസ്സിലായോ? ഇവന്മാർക്ക് പലപ്പോഴും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് മൊയന്തുകളായി പോകുന്നത് എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ കാണിക്കുന്നത്. 12ാം ക്ലാസ് +2 പരീക്ഷയാണ്. ഈ +2 പരീക്ഷയിൽ പൂര കോപ്പിയടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാണോ മാനില്ലാത്ത രീതിയിലാണ് ഈ സംഖ്യകളെല്ലാവരും കോപ്പി അടിക്കുന്നത്, ഈ സംഖ്യ മക്കളെ കൂടിയിട്ട്. അതില് തന്താരും തള്ളാരൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി പുറത്തായി എന്നുള്ളതാണ്. എന്തായാലും കോപ്പിയുടെ കണ്ടു. സാധാരണ എല്ലാ വർഷവും ഇതുപോലെ കോപ്പിയടി വാർത്തകൾ ഇവിടെ ഉയർന്നു വരാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം കോപ്പിയടി വാർത്തകൾ വരുന്നത് ഈ സാംഭാജി നഗറിൽ തന്നെയാണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. ഓരോ വർഷവും 2023 അത് 300-ലധികം കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ പകുതിയും സാംഭാജി നഗറിൽ തന്നെ. സംസ്ഥാനത്തായ 2024 ആകുമ്പോഴേക്കും 450-ലേറെ കോപ്പിയടി സംഭവങ്ങൾ പിടിച്ച റിപ്പോർട്ടുകളുണ്ട്. അത് കഴിഞ്ഞ വർഷമാകുമ്പോഴേക്കും അത് 490-അടുത്ത് എത്തിയിട്ടുണ്ട്. അതിലും 200-ലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തത് സാംഭാജി നഗറിലാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്, CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്ര വലിയ കോപ്പിയടിയാണ് ഈ പരീക്ഷാ ഹാളിൽ നടക്കുന്നതെന്ന്. കുട്ടികൾ പരസ്പരം ചോദിച്ചും നടന്നുമൊക്കെ പരീക്ഷ എഴുതുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ഈ കോപ്പിയടി തടയാൻ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം സുന്ദരമായിട്ടാണ്, എത്ര സെക്യൂർഡ് ആയിട്ടാണ് നമ്മുടെ കേരളത്തിലൊക്കെ പരീക്ഷ നടക്കുന്ന ആലോചിക്കുക. ഇവിടുത്തെ കുറെ സംഖ്യകളെല്ലാം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ UP-യിലും ഈ മഹാരാഷ്ട്രയിലൊക്കെ നടക്കുന്ന പോലത്തെ പരീക്ഷ പോലത്തെ രീതികൾ, അവിടെ നടക്കുന്ന പോലെ ആചാരങ്ങൾ, അവിടെ നടക്കുന്ന പോലത്തെ മതവൈരങ്ങൾ, അതൊക്കെ അതേപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ടീം ഇവിടെ കുറേ ഉണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഇവർക്കൊക്കെ ഇത്രയ്ക്ക് മെനക്കെടാണ് കേരളമെങ്കിൽ അവിടെ പോയി താമസിച്ചൂടെ? ഇവരൊക്കെ UP-യെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നതാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ കേരളം വിട്ടിട്ട്, ഈ നശിച്ച കേരളം വിട്ടിട്ട് നിങ്ങൾക്ക് UP-യിൽ പോയി താമസിച്ചൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് പറ്റൂല, അവർക്ക് ഇവിടെ തന്നെ വേണം. UP-യിൽ പോയി താമസിച്ച് ഇവന്മാരൊക്കെ പണിക്കുറ്റം തീർന്നു കിട്ടും. എന്തായാലും സുഹൃത്തുക്കളെ, ഇത് തമാശയായിട്ട് മാത്രം കാണണ്ട. കാരണം ഇതിന്റെ അടുത്തൊരു വീഡിയോ അതിഭീകരമായിട്ടുള്ള വീഡിയോ ആണ്. ഒന്ന് കണ്ടോക്കണം. ഇത് കണ്ടോ? ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കൾ ഓടുന്ന ദൃശ്യങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് വിചാരിക്കുന്നു. ഡ്രോൺ ദൃശ്യമാണ്. സ്കൂളിന്റെ പരിസരത്ത് നിന്ന് രക്ഷിതാക്കൾ ഓടുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അത് പഠിക്കാനല്ല, സോറി കേട്ടോ, അങ്ങനെ തെറ്റ് പറയരുത്, ഒരിക്കലും പറയരുത്, കുട്ടികൾക്ക് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ആ ബിറ്റ് പേപ്പറൊക്കെ കൈമാറിയിട്ട് അപ്പോൾ അത് ക്യാമറയിൽ പതിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അവിടെ നടക്കുന്നത് വിത്ത് ദ പെർമിഷൻ ഓഫ് ദെയർ മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ? ഒരു സംശയമില്ലാതെ അവിടുത്തെ അധ്യാപകർക്ക് അറിയാം, അവിടുത്തെ രക്ഷിതാക്കൾക്ക് മുഴുവൻ അറിയാം. അത് കോപ്പിയുടെ ഉള്ള സർവ്വസാധാരണമാണ്. കുട്ടികളൊക്കെ നടന്നും കൂട്ടമായി ഇരുന്നും ബുക്ക് തുറന്നു വെച്ചിട്ടും ഇരുന്ന് എഴുതുകയാണ്. ഒരു മെയിൻ പരീക്ഷയാണ് ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിന് സഹായിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ മാത്രമല്ല അധ്യാപകരും കൂട്ടുനിൽക്കുകയാണ്. എങ്ങനെ വേണമെങ്കിൽ കോപ്പി അടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വിഷയം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നോക്കി എഴുതിയും മറ്റുമാണ് 5 പൈസയ്ക്ക് വിവരമില്ലാത്ത പല സയൻസ് ഗ്രൂപ്പും പഠിച്ച ആളുകളൊക്കെ പാസ്സാവുന്നത്. ഇങ്ങനെ 5 പൈസയ്ക്ക് വിവരമില്ലാത്ത ഇവന്മാരൊക്കെ പഠിച്ചിട്ടാണ് അവിടെ ഡോക്ടറും മറ്റൊക്കെ ആവുന്നത്. അവരൊക്കെ പരിശോധിക്കുന്ന കുട്ടികളൊക്കെയാണ് നമ്മുടെ ആ ഒരു നാട്ടിലൊക്കെ ഇല്ലാണ്ടായി കൊണ്ടിരിക്കുന്നത്. ഒരു ഭീകരമായ സിസ്റ്റം തന്നെ തകർത്ത് കളയുകയാണ്. ഒരു വലിയ നല്ല സിസ്റ്റത്തെ എങ്ങനെ തകർക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയായിരിക്കും. അവിടെ നാട്ടിൽ അതൊരു വലിയ വാർത്തയൊന്നും അല്ലാത്ത രീതിയിലാണ്. കാരണം അവിടുത്തെ എല്ലാ വർഷവും സർവ്വസാധാരണയായിട്ട് നടക്കുന്നതാണ്. അതൊരു പ്രത്യേക ജില്ലയിൽ മാത്രം ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടുത്തെ അധ്യാപകർക്ക് രക്ഷിതാക്കളെ പേടിയാണ്, അല്ലെങ്കിൽ അധ്യാപകർക്ക് കുട്ടികളെ പേടിയാണ്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തീർത്ത് കളയും എന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കുന്നതൊക്കെ വിചാരിക്കാം. അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം പാടെ പരാജയമാണ്. ഒരു സംശയമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ സംഖ്യകൾ രൂപപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ കേരളത്തിന് പ്രത്യേകത ഉണ്ട്. കേരളം ഒരു +2 വരെ ഡിഗ്രി അടക്കം ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു നാടാണ്. ഈ ഫ്രീ എഡ്യൂക്കേഷൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കേരളം. ആ കുട്ടികളുടെ മേലെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു തരത്തിലെ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് ഇവർ പഠിക്കും, ഇവർ പഠിച്ച് അവർ പാസ്സാവും, മിക്കവാറും അവരെ ജോലിയും മറ്റൊക്കെ ഈ നാട്ടിൽ തന്നെ ആയിരിക്കും.
തിരിച്ച് ടാക്സും മറ്റൊക്കെ ആയിട്ട് അവരുടെ ജോലിയുടെയും മറ്റും ഭാഗമായിട്ട് ടാക്സും മറ്റൊക്കെ ആയിട്ട് തിരിച്ച് ഗവൺമെന്റ് കിട്ടും. അതുവരെ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു ഇൻവെസ്റ്റ് നടത്തുക എന്ന് പറയുന്ന ഒരു ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഈ പരിപാടിയൊന്നുമില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ എത്രയോ ലക്ഷം പെൺകുട്ടികളാണ് ഈ പഠനം നിർത്തിയത്. അത്ര തന്നെ അടുത്ത് തന്നെ കണക്ക് ആൺകുട്ടികളും +2 തന്നെ ആവുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഈ പഠനം എന്ന് പറയുന്ന പരിപാടി നിർത്തിവെക്കുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവമില്ല. ഇങ്ങനെ 5ന്റെ പൈസക്ക് ബോധമില്ലാത്തവന്മാരുടെ മുമ്പിലേക്ക് പോയിട്ടാണ് ഈ രാമ എന്ന് ചൊല്ലണമെന്നും ജയ് ശ്രീരാം ചൊല്ലണമെന്നും അമ്പലം പണി എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർക്ക് വേറെ അങ്ങോട്ട് ചിന്തിക്കാനില്ല. തലച്ചോറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓളെത്തണമെങ്കിൽ ഒരു അല്പസ്വല്പമൊക്കെ വിദ്യാഭ്യാസവും മറ്റൊക്കെ വേണം. അതില്ലാത്തവന്മാരോട് എന്ത് തേങ്ങയാണ് നമുക്ക് പറയാൻ സാധിക്കുക? ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു +2 പരീക്ഷ പോയി മാന്യന്മാരേക്ക് നടത്താൻ കഴിയാത്ത ടീമാണ്. നമ്മൾ കണ്ടതാണ്, അവിടുത്തെ ഏതൊരു സ്ഥലത്തൊരു UP-യിലാണ് ഒരു കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് പേപ്പറിലാണ്. അവരുടെ തന്നെ പാഠപുസ്തകം കീറിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം പോലും വാങ്ങിച്ചു കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റിന് അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിന് കഴിയുന്നില്ലെങ്കിൽ എന്തൊരു പരാജയമാണെന്നാലും ചോദിക്കേ. ഈ സമയത്ത് നമ്മുടെ നാട്ടിലത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ്? ഒരുപക്ഷെ മാസത്തിൽ 1, 2, 3 തവണ ബിരിയാണി കഴിക്കുന്നവരാണ്. ഏറ്റവും സുഭിക്ഷമായ സദ്യ കഴിക്കുന്നവരാണ്. ആഴ്ചയിൽ ഒരു ദിവസം പായസം ഉണ്ടായിരിക്കും ഇവർക്ക് ഭക്ഷണത്തിനൊപ്പം. ഇങ്ങനെ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്ന ഈ കേരളത്തൊക്കെ കണ്ടുകൊണ്ടാണ് ഒരു വികസനവും നടക്കുന്നില്ല എന്നൊക്കെ ചില ആളുകളൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഉറക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്ര സംഖ്യയോട് ഇങ്ങനെ നല്ല നമസ്കാരം പറയുക മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയേണ്ട, വേടം പറഞ്ഞ പോലെ തന്നെ പറയാണ്, ഒരു 3-4 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരും. സൂക്ഷിച്ചും കണ്ടും നിങ്ങൾ പെരുമാറിയിട്ടില്ലെങ്കിൽ, സൂക്ഷിച്ചും കണ്ട് ആർക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ വൻ പരാജയത്തിലേക്ക് എത്തിക്കും. എങ്ങാണ്ടും ഈ കോൺഗ്രസ്സുകാർക്ക് ജയിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇവിടേക്ക് BJP കയറാനുള്ള ഒരു അടിത്തറ അവർ പാക്കി കളയും. അല്ലെങ്കിൽ എവിടെയെങ്കിലും BJPക്ക് സഹായം ചെയ്യാൻ കഴിയുമ്പോൾ ഇവരത് ചെയ്യും. നമ്മൾ തൃശ്ശൂരൊക്കെ കണ്ടതാണ്. ഒരു നാണവും മാനവും മടിയും ഇല്ലാതെ ഇവന്മാരത് ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും സൂക്ഷിക്കുക. നമുക്ക് ഇപ്പോഴുള്ള മാന്യമര്യാദയ്ക്കുള്ള ജീവിതം നമുക്ക് നിങ്ങൾ എന്തൊക്കെ തന്നെ എതിർപ്പുണ്ടാക്കിയത്, ഒരു പക്ഷേ ഭയങ്കര എതിർപ്പുകളൊക്കെ നിങ്ങൾക്ക് പിണറായി വിജയനോടൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ആ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സമാധാനപരമായിട്ടാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ പരിപാടികളിൽ എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ? നമ്മുടെ ആരോഗ്യ രംഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നോക്കി, കോൺഗ്രസ്സുകാരൊക്കെ ഭരിക്കുന്ന സമയത്താണ് നിപ്പയും കൊറോണയൊക്കെ വന്നെന്ന് വിചാരിക്കുക. നമ്മളൊന്നും ഇങ്ങനെ സംസാരിക്കാൻ പോലും ഒരു പക്ഷേ ജീവനോടെ ഉണ്ടാവില്ല. കാരണം പാത്രം കൂട്ടിയാൽ ഈ കൊറോണ പോവും. ഒപ്പം തന്നെ ഒരു നല്ല ചൂട് വന്നു കഴിഞ്ഞാൽ കൊറോണ പോകും എന്ന് പറയുന്ന മുരളീധരൻ അടക്കമുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ യുവമാർക്ക് എങ്ങനെയും ക്യാമറയിൽ മുഖം കണ്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ആ ടീമുകളെ കയ്യിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭരണമെങ്കിൽ ഇത് കേൾക്കുവാൻ നിങ്ങളും ഇത് പറയാൻ ഞാനും ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെ ജീവനോടെ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം. എപ്പോഴാണ് ഒരു താമര കയറി പിടിക്കേണ്ടത് എന്ന് ചിന്തിച്ച് നടക്കുന്ന ടീംസാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പെരുമാറുക. അല്ലെങ്കിൽ നമ്മുടെ ഭാവി കുട്ടികളൊക്കെ ഇങ്ങനെ കോപ്പി അടിച്ച് ജയിച്ച് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും മോശപ്പെട്ട സംഖ്യകളായിട്ട് മാറുന്ന അവസ്ഥ വരും. ബൈ.